ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷദന്തമോന്തം സംസാരിണാം കരുണയാഘ പുരാണഗുഹ്യം തം വ്യാസസൂനുപയാമി ഗുരുമുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആനന്ദലീലാമയ വിഗ്രഹായ ഹേമാഭദിവ്യശ്ച വിസുന്ദരായ തസ്മൈ മഹാപ്രേമരസപ്രദായ ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. നമാമി ദേവം കരുണാനിധാനം കമാലവർണം സുഗിതാവതാരം അപാര സംസാര സമുദ്രസേതും ഭജാമഹേ ഭാഗവതസ്വരൂപം. ഹരേ കൃഷ്ണ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമിനിതി നാമിനി. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനി. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. എനിക്കിന്ന് എടുക്കാൻ പറഞ്ഞിരിക്കുന്ന ശ്ലോകം 1, 2, 3 ഹരേ കൃഷ്ണ. ഞാൻ ശ്ലോകം എടുക്കുന്നതിലോ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും എനിക്കത് പറഞ്ഞു തരികയോ അതിനെ കുറിച്ച് വിശദീകരിച്ചു തരികയോ ചെയ്ത് എന്നെ അനുഗ്രഹിക്കണമെന്ന് ഓരോരുത്തരോടും പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം. ഹരേ കൃഷ്ണ. ഭക്തന്മാരുടെ അനുഗ്രഹമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ആർക്കും പറഞ്ഞു തരാം. അതിൽ എനിക്ക് ഞാൻ വളരെ നന്ദിയുള്ളവളായിരിക്കും. ഹരേ കൃഷ്ണ. നമ്മള് 1, 2, 3 ശ്ലോകമാണ് എടുക്കാൻ പോകുന്നത്. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷദാന്തമോന്തം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷദാന്തമോന്തം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കേൾക്കാമോ? ഹരേ കൃഷ്ണ. കേൾക്കാം മാതാജി. ഹരേ കൃഷ്ണ. കേൾക്കാം. ഹരേ കൃഷ്ണ. നമുക്ക് ശ്ലോകം അതിന്റെ വേർഡ്സ് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് യസ്വാനുഭാവം. യസ്വാനുഭാവം എന്നുള്ളത് യഹ സ്വാനുഭാവം, അഖില ശ്രുതി സാരം ഏകം.
അധ്യാത്മദീപം അതിതിതീർഷതാം തമഹ അന്തമാണ് തമോന്തം സംസാരിണ കരുണയാ ആഹ പുരാണ ഗുഹ്യ തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീന. ഒരു വേർഡ്സിന്റെ അർത്ഥം നമുക്ക് നോക്കാം. യഹ ആരാണോ ആ വ്യക്തി, സ്വാനുഭാവം സ്വന്തം അനുഭവത്തിലൂടെ, അഖില മീൻസ് ഓൾ റൗണ്ട് ആയിട്ടുള്ളത്, എല്ലാം എന്നുള്ള അർത്ഥം. ശ്രുതി ശ്രുതി സ്മൃതി നമ്മൾ പഠിച്ചു അല്ലെ, ശ്രുതികൾ ശ്രുതി എന്താണ്, കേട്ട് മനസ്സിലാക്കേണ്ട ഏതാണത്, വേദങ്ങൾ. ഏകം ഒന്ന്, അധ്യാത്മം ആത്മീയമായ ട്രാൻസെൻഡന്റൽ ആയിട്ടുള്ള, ദീപം ദീപം തന്നെ, അതിതീർഷത തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന, കടക്കാൻ, അതിനെ വെല്ലിന് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന, തമഹ അന്തം ഭൗതികത്തിലെ കൊടും അന്ധകാരം, ഭൗതികാവസ്ഥയിലെ കൊടും അന്ധകാരത്തെയാണ് തമോന്ധം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സംസാരിണ ഭൗതികാബാധിയായ മനുഷ്യന്റെ കരുണയാ, അപ്പം അവിടെ കരുണയ എന്ന വാക്കിനർത്ഥമാണ് പറയുന്നത്. അഹൈതുകമായ കൃപ കൊണ്ട്, ആഹ അരുളി ചെയ്തു, പുരാണം എന്ന് പറയുന്നത് സപ്ലിമെന്ററി ഓഫ് വേദാസ്, വേദങ്ങളുടെ സപ്ലിമെന്ററീസ് എന്തൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. പരിശിഷ്ടമായ പുരാണങ്ങൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗുഹ്യ അതീവ രഹസ്യമായിട്ടുള്ള, തം അങ്ങേക്ക്, വ്യാസസൂനും വ്യാസപുത്രൻ, ഉപയാമി ഞാൻ സാദരം പ്രണമിക്കുന്നു, ഗുരും ആത്മീയാചാര്യൻ, മുനീന മുനിശ്രേഷ്ഠന്മാർ. ഹരേ കൃഷ്ണ. അദ്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാത്വീതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇതിന്റെ വിവർത്തനം നമുക്കൊന്ന് വായിക്കാം. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പസ് ബൈ A.C. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്. ഹരേ കൃഷ്ണ. അതിന്റെ ഈ ശ്ലോകത്തിന്റെ വിവർത്തനം: ഭൗതിക അസ്തിത്വത്തിന്റെ കൊടും തമോതലങ്ങളെ തരണം ചെയ്യാൻ യത്നിച്ചുകൊണ്ടിരിക്കുന്ന മൂഢ ഭൗതികവാദികൾക്ക് അഹൈതുകമായ അപാര കൃപയാൽ സ്വാനുഭവങ്ങളിലൂടെ സ്വാംശീകരിച്ച വേദവിജ്ഞാന ഉത്തമാംശമായി ഈ അതീവ രഹസ്യ പരിശിഷ്ടം അരുളി ചെയ്ത വ്യാസദേവ സുതനും അഖില മുനിശ്രേഷ്ഠരുടെ ആത്മീയ ആചാര്യനുമായ ശുകദേവ ഗോസ്വാമിയെ ഞാൻ സാദരം പ്രണമിക്കുന്നു. നമ്മള് കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടതുപോലെ ഇവിടെയും പ്രണാമം അർപ്പിക്കുകയാണ്. അപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. 6 ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞു. അപ്പൊ അതിന് ആൻസർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഗുരുവിനെ എവിടെ നിന്നാണോ അത് ശ്രവിച്ചത് ആ ഗുരുവിനെ ആദരവ് പ്രണമിച്ചുകൊണ്ട് ഈ 2 ശ്ലോകങ്ങൾ വരികയാണ്. ഇത് 3-ാമത്തെ ശ്ലോകത്തിൽ ശരിക്കും പ്രണമിക്കുന്നതായിട്ട് സാദരം ശുകദേവ ഗോസ്വാമിയെ സാദരം പ്രണമിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, എല്ലാ മുനിമാരുടെയും സ്പിരിച്വൽ മാസ്റ്റർ ശുകദേവ ഗോസ്വാമിയാണ്. എങ്ങനെ പറയാം എന്ന് ചോദിച്ചാല് നമുക്ക്, കാരണം അദ്ദേഹം വളരെ ചെറുപ്പമാണെന്ന് പറയുന്നു. ബാക്കിയുള്ളവരെല്ലാം അദ്ദേഹത്തിന്റെ അച്ഛനും ഒക്കെയാണ് മഹാമുനിമാരായിട്ടിരിക്കുന്നത്. അസിതോ ദേവലോ വ്യാസ അവരെല്ലാം മഹാമുനിമാരാണ്. പരാശര മഹർഷി ഇരിക്കുന്നു, വേദവ്യാസ മഹർഷി ഇരിക്കുന്നു അല്ലെ. അദ്ദേഹം എന്തുകൊണ്ട് സ്പിരിച്വൽ മാസ്റ്ററായി എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം പരീക്ഷിത് മഹാരാജാവ് പ്രായോപവേശം ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ എത്രയാണ് 88,000 ഏതാണ്ടാന്ന് തോന്നുന്നു, എനിക്ക് നമ്പർ ഓർമ്മയില്ല, മഹർഷിമാരൊക്കെ അവിടെ എത്തുന്നു. ആ ഗംഗാതീരത്ത് എത്തുന്നു, ശുഗത്തിലാണ് എത്തുന്നത്. അവിടെ എത്തുന്ന അവസരത്തില് എല്ലാവരും വന്നിരിക്കുമ്പോൾ അവരാരും
ഭാഗവതം പറഞ്ഞു കൊടുക്കുക. എന്താണ് എനിക്ക് അവസാന നിമിഷത്തിൽ എനിക്ക് പ്രയോജനപ്രദമാകുന്നത് എന്ന് ചോദിക്കുന്ന അവസരത്തിൽ ശരിക്കും ഇതാണ് പ്രയോജനപ്രദമാകുന്നത് എന്ന് ഉറപ്പിച്ച് പറയുന്നതിനായി ആ സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നതാരാണ്? ശുകദേവ ഗോസ്വാമിയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടു. അദ്ദേഹത്തെ ഒരു സ്പിരിച്വൽ മാസ്റ്ററായി അവർ കണക്കാക്കിച്ച് അത് എഴുതിയ ആളിരിക്കുകയാണ് മുമ്പിൽ. എന്നിട്ടും എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ വിവർത്തനത്തിൽ നമ്മുടെ ശ്രീലപ്രഭുപാദര് പറഞ്ഞിരിക്കുന്നത് ഭൗതികാസ്തിത്വത്തിന്റെ കൊടും തമോദലങ്ങളെ തരണം ചെയ്യാൻ യത്നിച്ചുകൊണ്ടിരിക്കുന്ന മൂഢ ഭൗതികവാദികൾ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരോടുള്ള അപ്പം എങ്ങനെയുള്ളവരാണെങ്കിലും അവർ ശ്രദ്ധിക്കാത്തവരായിരിക്കാം, ആത്മീയതയിൽ ഉന്നതയില്ലാത്തവരായിരിക്കാം, പക്ഷേ ഭൗതികരോടുള്ള അപാര കരുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പം അവര് എന്തുകൊണ്ടോ അവര് ഇങ്ങനെ ആയിപ്പോയി, പക്ഷെ അവരോട് കരുണ കാണിക്കേണ്ടത് എന്റെ ചുമതലയാണ് എന്നുള്ള ഒരു ചിന്താഗതി അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നിരുന്നു. അഹൈതുകമായിരുന്നു, അകാരണമായിരുന്നു ആ അദ്ദേഹത്തിന്റെ ചിന്ത എന്താണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അതിനെ സ്വയം എത്തിച്ചു അവർക്ക് വേണ്ടിയിട്ട് അഹൈതുക കൃപ കൊണ്ട് അദ്ദേഹം സ്വയം സ്വാംശീകരിച്ചെടുത്തു. എന്ന് വെച്ചാൽ സ്വയം അതിനെ വിശദീകരിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത് മറ്റുള്ളവർക്ക് വളരെ മനസ്സിലാകത്തക്ക രീതിയിൽ അതിന്റെ ഓരോ എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് നമുക്ക് ഭാഗവതം എടുക്കുമ്പോൾ അറിയാം ഭാഗവതത്തിൽ എങ്ങനെയാണ് ഓരോരുത്തരോട് ചോദിക്കുന്നു, അതിന് ഉത്തരം പറയുന്നു, വീണ്ടും ചോദിക്കുന്നു, വീണ്ടും ഉത്തരം പറയുന്നു. അങ്ങനെ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കി കൊടുക്കത്തക്ക രീതിയിൽ വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തു എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹം തയ്യാറാണ്. അദ്ദേഹത്തിന് ശരിക്കും അറിയുകയും ചെയ്യാം. എന്നാൽ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടെങ്കിൽ ഞങ്ങൾ ആൻസർ പറഞ്ഞു കൊടുക്കുകയല്ല. നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ഒരാൾ ചോദിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യും? ഉടനെ ആൻസർ പറയും. പക്ഷെ ഇവിടെ അതല്ല കാണുന്നത്. എന്താണ്? ഒന്നും ഇതെല്ലാം കേട്ടു അദ്ദേഹം ചോദിച്ചവരെ ആദ്യം എന്ത് ചെയ്തു? ചോദിച്ചവർക്ക് നന്ദി രേഖപ്പെടുത്തി ശേഷം എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന്റെ ഗുരുവിനെ അദ്ദേഹം കേട്ട് മനസ്സിലാക്കിയത് എവിടെ നിന്നോ ആ പാദത്തിനെ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് ഇവിടെ നമ്മളിവിടെ കാണുന്നത്. ഇത് നമ്മളെ പഠിപ്പിച്ചു തരുന്നതാണ്. നമ്മൾ ഭാഗവതത്തിൽ തന്നെ പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് എന്നുള്ളത്. നമുക്ക് ഭാഗവതത്തിൽ ഒരുപാട് സ്ഥലത്ത് കാണാം. ബ്രഹ്മാസ്ത്രം വഹിക്കുന്നു അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം വഹിക്കുന്ന സമയത്ത് ഉത്തരയുടെ വയറ്റിലുള്ള കുട്ടിയെ വധിക്കാനാണ്. ആ സമയത്ത് കൃഷ്ണനോട് ചോദിക്കാതെ അർജുനൻ അതിനെ പ്രതികരിക്കാൻ കഴിയുമെങ്കിലും അദ്ദേഹം അത് ചെയ്യാൻ നോക്കിയില്ല. കൃഷ്ണനാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള ഉത്തരവാദിത്വം. അപ്പൊ കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നതാണ്. എപ്പോഴും കൃഷ്ണനോടുള്ള പ്രാർത്ഥനയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് അല്ലാതെ എടുത്തു ചാടി ഒരു പ്രവൃത്തി ചെയ്യുകയല്ല ചെയ്യുന്നത്. അല്ലെങ്കിൽ പാഞ്ചാലിയുടെ 5 മക്കളെയും വധിച്ചു കഴിഞ്ഞു. അപ്പം അത് ആരാണ് വധിച്ചത് എന്നും അറിയാം. അപ്പൊ അങ്ങനെ അറിയാവുന്ന വ്യക്തിക്ക് നേരിട്ട് ആ ബ്രഹ്മാസ്ത്രം അയച്ച് അങ്ങോട്ട് തിരിച്ചയക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അയക്കുന്നില്ല. എന്ത് ചെയ്യുന്നു? അദ്ദേഹം കൃഷ്ണനോട് ചോദിക്കുന്നു, കൃഷ്ണ മഹാബാഹോ ഭക്താനാം അഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപകർവസി സംസ്കൃതേ. ചോദിച്ചതിന് ശേഷം കൃഷ്ണന്റെ ആജ്ഞയോടുകൂടിയാണ് ചെയ്യുന്നത്. വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഗുരുവിന്റെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നവരുടെ ആജ്ഞയാണ് നമ്മളെ സ്വീകരിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അവരെ ബഹുമാനിക്കേണ്ടത് അത്യാവശ്യമാണ്. അവരെ പ്രണമിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നിവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഒരു വേദിക് ഈ ഭാഗവതം എന്ന് പറയുന്നത് ഇത് അരുളി ചെയ്തു എന്ന് പറയുന്നു. ഇത് നമ്മൾ വേദങ്ങളുടെ വൈദിക സ്ക്രിപ്റ്റേഴ്സ് അതിനെക്കുറിച്ച് നമ്മൾ ക്ലാസ് എടുത്തതാണ്. വൈദിക സ്ക്രിപ്റ്റേഴ്സ് ഏതെല്ലാം തരത്തിലുണ്ട്, അതിന്റെ എല്ലാം കൂടി എസെൻസ് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു അല്ലെ. ഭൂരീണി ഭൂരി കർമാണി എന്ന് പറയുന്ന ശ്ലോകത്തിൽ. അപ്പൊ ഇതിന്റെ എല്ലാം കൂടി എസെൻസ് പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടു. അതുപോലെ അതിന്റെ ആ സത്തയെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്ത ഈ സത്ത അടങ്ങിയിരിക്കുന്ന ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഒരു അധ്യാത്മ ദീപമാണ്. അതൊരു ട്രാൻസെൻഡൽ ടോർച്ച് ലൈറ്റ് ആയി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം ശുകദേവൻ ഒരു മുക്താത്മാവാണ്. അദ്ദേഹം മായാശക്തിയുടെ കെണിയിൽ പെടാതിരിക്കാൻ ശ്രമിക്കുന്ന ആളാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേജ് അത്രമാത്രം ഉയർന്ന ലിബറേറ്റഡ് സ്റ്റേജിൽ ഇരിക്കുന്ന ആളാണ്. കൂടാതെ ആത്മാവിൽ തന്നെ രമിക്കുന്നതിനാണ്.
അദ്ദേഹത്തിന് വെളിയിൽ നിന്ന് ഒരു സന്തോഷവും അദ്ദേഹത്തിനെ ബാധിക്കില്ല. അതൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. ആത്മാരാമനായിട്ടാണ് ശ്രീ ശുകദേവ ഗോസ്വാമി നിൽക്കുന്നത്. അപ്പം അദ്ദേഹം എല്ലാ രീതിയിലും സ്വയം രമിക്കാൻ കഴിയുന്നു. ഭഗവാനെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് ലിബറേറ്റഡ് സ്റ്റേജിൽ ആയിരിക്കുന്നു. നമ്മള് ഭഗവത്ഗീതയിൽ നമ്മൾ കാണുന്നതാണ്. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിജൈവ സ്വഭാഗേജ പണ്ഡിത സമദർശിന. അപ്പൊ എന്ന് വെച്ചാൽ ഒരു ബ്രാഹ്മണനായാലും ശരി, ഒരു പശുവിനെ ആയാലും, നായയായാലും, ആനയായാലും, അല്ലെങ്കിൽ മാംസം ഭക്ഷിക്കുന്ന ചണ്ടാലിനെ ആയാലും, അവനെ എല്ലാം കാണുന്നത് ആ പരമാത്മാവാണെന്നും അതിലെല്ലാം ഈ രൂപഭാവങ്ങളെല്ലാം ഒരു ഡ്രസ്സ് പോലെ ഉള്ളൂ അന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീ ശുകദേവ ഗോസ്വാമി എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛനും ലിബറേറ്റഡ് സ്റ്റേജിൽ തന്നെയുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിനുള്ള മാറ്റം എന്താണ്? അദ്ദേഹം ഒരു ഹൗസ് ഹോൾഡർ ആയിരുന്നു, ഒരു ഗൃഹനാഥനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ രീതികൾക്കും വ്യത്യസ്തത ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ സ്റ്റേജിൽ ആയിരുന്നില്ല. ഇത് ട്രാൻസെൻഡൽ സ്റ്റേജിലായിരുന്നു. അപ്പം അത് നമ്മൾ അദ്ദേഹം ആദ്യമായിട്ട് വെളിയിലേക്ക് വിട്ട അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് വായിൽ നിന്ന് വന്നതായതുകൊണ്ട് ശുകസംഹിതയെന്നും ഈ ശ്രീമദ് ഭാഗവത്തെ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എങ്ങനെ വേദവ്യാസ സുതനായി എന്നതിനൊരു കഥയുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കാം. അദ്ദേഹം എങ്ങനെയാണ് ഈ രീതിയിൽ എത്തിയത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഭാഗവതം എങ്ങനെയാണ് നമ്മൾക്ക് രചിച്ചത് എന്നുള്ളത് പല രീതിയിൽ പല കഥകളുണ്ട്. അതിലൊരു കഥയാണ് മഹാദേവനെ ശ്രീമദ് പാർവതി ദേവിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരുപാട് തലയോട്ടികൾ കണ്ടുകൊണ്ട് പാർവതി ചോദിക്കുന്നു, അങ്ങക്ക് എവിടുന്ന് കിട്ടി ഈ തലയോട്ടികളെല്ലാം? എന്തിനാണ് ഇങ്ങനെ ധരിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, പ്രിയെ ഇതെല്ലാം നിന്റെ തലയോട്ടികളാണ് എന്ന്. അപ്പൊ എന്റെ തലയോട്ടികളോ? എങ്ങനെ അത് വരും എന്ന് ചോദിക്കുന്ന അവസരത്തിൽ പറയും, ഇത് നീ വിവിധ ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. ആ ജന്മത്തിലെല്ലാം നീ പല പ്രാവശ്യം നിന്റെ ശരീരം ഉപേക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഉപേക്ഷിച്ച വഴി ഓരോ തലയോട്ടികളും എന്നിലാണ് വന്ന് ചേരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങേക്ക് എന്തുകൊണ്ടുണ്ടായിക്കൂടാ ജനനം? അപ്പൊ ചോദിക്കും, അന്ന് ചോദിക്കുന്ന അവസരത്തിൽ പറയും, എനിക്കങ്ങനെ ജന്മം ഉണ്ടാകില്ല. ഞാൻ എങ്ങനെ ശരീരം എപ്പോഴും ഒന്നും ഉപേക്ഷിക്കാറില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ എപ്പോഴും ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാഗവതത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരിക്കലും അദ്ദേഹത്തിന് ജന്മം എടുക്കേണ്ടതായി, അടുത്തടുത്ത് ശരീരം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നില്ല എന്ന് പറയും. അപ്പൊ ഒരു സ്ത്രീ സഹജമായ ഒരു ഭാവം അവരിലേക്ക് പാർവതി ദേവിയിലേക്ക് വരിക. അവർ പറയും, എന്നാൽ എനിക്കും ഭാഗവതം പഠിച്ചേ പറ്റുള്ളൂ, നിർബന്ധമായിട്ട് അങ്ങ് പറയുകയാണ്. അപ്പം ശിവന് ഇതെല്ലാം മഹാദേവൻ പറയുന്നില്ല, പറ്റില്ല, നിന്നെ കൊണ്ട് ഇത് താങ്ങാൻ പറ്റില്ല, കാരണം നീ ശ്രദ്ധിക്കില്ല എന്ന്. ഉടനെ പറയും, ഇല്ല ഞാൻ ശ്രദ്ധിക്കും. അതാണോ ഞാൻ അങ്ങനെ ജഗന്നാഥപുരിയിലെ പ്രസാദത്തിന് വേണ്ടി പറഞ്ഞ് നിർബന്ധം പിടിച്ചതുപോലെ ഇവിടെയും പറഞ്ഞ് എനിക്ക് ഭാഗവതം വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നു. ശരി, നീ ശ്രദ്ധിക്കുമല്ലോ, എങ്കിൽ ഞാൻ പറയാൻ പോവാണെന്ന് പറഞ്ഞ് ഭാഗവതം പറയാൻ തുടങ്ങുന്നു. പാർവതി വളരെ ശ്രദ്ധാപൂർവ്വം ഇരിക്കുന്നു. അദ്ദേഹം ഭാഗവതം പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് അദ്ദേഹം അങ്ങ് എന്തായി മാറുന്നു, ഭഗവാനെ തന്നെ അങ്ങ് ഇരിക്കും. പിന്നെ അദ്ദേഹം ഒന്നും ശ്രദ്ധിക്കില്ല. അപ്പൊ ഭാഗവതം പറയുമ്പോൾ ഓം എന്നുള്ള കെട്ടു എന്നുള്ള ആ ഇതിൽ ശബ്ദവും കേൾക്കുന്നുണ്ട്. അവിടെ നിന്ന് അതെല്ലാം പറഞ്ഞു തീർന്നിട്ടാണ് അദ്ദേഹം അതിൽ നിന്ന് മാറുന്നത്. അദ്ദേഹം അതിൽ നിന്ന് ഉണർന്നു വന്ന് ചോദിക്കുന്നു, ഭാഗവതം എല്ലാം കേട്ടല്ലോ, എല്ലാം മനസ്സിലായല്ലോ, എന്തെങ്കിലും സംശയം നിനക്കുണ്ടോ എന്ന് ചോദിക്കുന്ന അവസരത്തിൽ പറയും, അയ്യോ ഞാൻ ഉറങ്ങിപ്പോയി, എനിക്കൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല, ആദ്യം കുറച്ച് മാത്രമേ ഞാൻ കേട്ടുള്ളൂ എന്ന്. അദ്ദേഹം അങ്ങ് വളരെ ദേഷ്യം മീൻസ് അദ്ദേഹത്തിന് അങ്ങ് ആവേശമായി. എന്താണ് ചെയ്യേണ്ടത്? ആരാണ് പിന്നെ ഇത് കേട്ടിട്ട് മൂളിക്കൊണ്ടിരുന്നത്? നീ മൂളിയില്ലെങ്കിൽ പിന്നെ ആരാണ് പറഞ്ഞത്? അദ്ദേഹം ഉടനെ ചാടി എഴുന്നേറ്റു. ആർക്കാണ് ഈ ഭാഗവതം? ഉടനെ അമരനായി മാറുമല്ലോ, ഇനിയും ആ ജന്മം എടുക്കേണ്ടതായി വരില്ല, എല്ലാം ഉടനെ ഓടുകയാണ്. ആരാണ് ഇതിവിടെ ഉണ്ടായിരുന്നത്? ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അദ്ദേഹം പറയാൻ തുടങ്ങിയത്. അപ്പൊ ഇവിടെ എല്ലാം ചെന്ന് നോക്കി, സർവ്വ സ്ഥലങ്ങളിലും ചെന്ന് നോക്കി, ആരെയും കണ്ടെത്താൻ കഴിയില്ല. ഒരു ജീവജാലം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആരെങ്കിലും കേട്ടോ എന്നുള്ള ഒരു ഇതായി. ഉടനെ ഓടി ചെന്ന് പലയിടത്തും തിരഞ്ഞില്ല. അപ്പൊ അവിടെ നോക്കിയപ്പം ഒരു തത്തക്കുഞ്ഞ് ഉടനെ ഉണ്ടായതേ ഉള്ളൂ. അത് അവിടെ ഇരിക്കുന്നു. ഒരു ജീവാത്മാവ് അങ്ങനെ കണ്ടുള്ളൂ, വളരെ അപ്പോൾ ജനിച്ച ഒരു തത്തക്കുഞ്ഞ്. അപ്പൊ അത് എന്ത് ചെയ്തു? അതിനെ പിടിക്കാനായിട്ട് ഓടി. അതെന്ത് ചെയ്തു? ഓടി അങ്ങ് പോയി.
മഹാദേവനെക്കാളും ഒത്തിരി മുമ്പേ അദ്ദേഹം ഓടി ചെന്നിട്ട് ബദരികാശ്രമത്തിൽ ചെന്നപ്പം അവിടെ ഇത് ചെയ്യുന്നു. വേദവ്യാസ മഹർഷി അവിടെ ഉണ്ട്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഈ ഭാഗവതം പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് ആർക്കെ? ഭാര്യയായ ജബാലിക്ക്. അപ്പം ജബാലിയൻ ഇത് കേട്ടുകൊണ്ട് ഉറക്കം വന്നിട്ട് കോട്ടുവായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഈ തത്തം കുഞ്ഞ് ആ വായിൽ കൂടി അവരുടെ ഉള്ളിലേക്ക് കടന്നു. അപ്പൊ അവിടെ കടന്നു കഴിഞ്ഞപ്പോഴേ ശിവൻ അത് ഭയങ്കര ദേഷ്യമായി. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ തത്തക്കുഞ്ഞിനെ വേണം താൻ. ഉടനെ ഈ കാര്യം വേദവ്യാസ മഹർഷിയോട് പറയുമ്പോൾ അദ്ദേഹം ചോദിക്കും, അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ എന്താണ് പിന്നീട് ഒരു ജന്മം എടുക്കേണ്ടതായി വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ്? അത് കേട്ട് കഴിഞ്ഞില്ലേ, ഇനി അങ്ങ് എന്തിനാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം അങ്ങ് എന്തിനാണ് ഈ വിഷമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആളാണ് അദ്ദേഹം ചിന്തിക്കുന്നത്, ശരിയാ, ഇതെല്ലാം കേട്ട് കഴിഞ്ഞല്ലോ, ഇനി ഞാൻ എന്തിനാണ് ഇതിനെ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ലല്ലോ എന്ന് പറയും. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോകുന്നു. ഈ കുഞ്ഞവിടെ ആ ജബാലിയുടെ വയറ്റിൽ ഇങ്ങനെ 16 വർഷമാണ് എന്നെ മായ പിടിക്കുമെന്നും പറഞ്ഞ് അവിടെ കിടക്കും. അവിടെ തന്നെ കഴിഞ്ഞുകൂടും. ജബാലിക്ക് ഭയങ്കരമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നു. അവിടെ വേദവ്യാസ മഹർഷി പോയി കൃഷ്ണനോട് പ്രാർത്ഥിക്കും. വേദവ്യാസ മഹർഷി പോയി പ്രാർത്ഥിക്കുന്നു. ആ അവസരത്തില് കൃഷ്ണൻ തന്നെ പ്രത്യക്ഷം പെട്ട് പറയേണ്ടതായിട്ട് വന്നു. എന്തുകൊണ്ട്? ഈ ആ കുഞ്ഞെ ജബാലിയുടെ വയറ്റിൽ നിന്ന് വരാനായിട്ട്. അങ്ങനെ നിന്നെ മായ പിടിക്കില്ല, ഞാൻ വാക്ക് തരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ശുഗൻ ഇതിലേക്ക് വരുന്ന. ശുഗൻ ആരെന്നെ എന്ന് ചോദിച്ചാൽ രാധാറാണിയുടെ കയ്യിൽ ശുഗനും ശുഖിയും എന്ന് 2 നൃത്തങ്ങളുണ്ടായിരുന്നു. അതിലെ ശുഗനാണ്. രാധാകൃഷ്ണ ലീലകളെ കുറിച്ച് പ്രപഞ്ചമെമ്പാടും പാടിക്കൊണ്ട് നടക്കുന്ന ഈ നൃത്തകളെ. അതെ, അതുകൊണ്ടാണ് ഈ ശുഗനാണ് ഇവിടെ വന്ന് ഈ വരുന്നത്. അദ്ദേഹമാണ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക്. ഹരേ കൃഷ്ണ. ആരുടെ മൈക്ക് മ്യൂട്ട് ആക്കണേ, ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് പ്ലീസ്. ഹരേ കൃഷ്ണ. ഒന്ന് മ്യൂട്ടാക്കൂ എല്ലാവരും. അപ്പോഴേ അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കുട്ടി ഉണ്ടാകുന്ന അവസരത്തില് ഉണ്ടായി കഴിഞ്ഞ് വന്നു. അദ്ദേഹം വേദവ്യാസൻ വളരെയധികം ശ്രദ്ധയോടുകൂടി ഇരിക്കുകയാണ്. ഇതന്നെ ഭാഗവതം പറഞ്ഞു കൊടുത്തതിന്റെ ബാക്കി ഇനിയും പറഞ്ഞു കൊടുക്കാനുണ്ട്. ഭഗവാന്റെ പേഴ്സണൽ ഫോമിനെ കുറിച്ച് ഇനിയും പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹത്തെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടതിരിക്കുന്നു. പക്ഷെ എന്ത് ചെയ്തു? അദ്ദേഹം ഉണ്ടായ അവസരത്തിൽ തന്നെ അങ്ങ് പോവുകയാണ്, യാത്ര പോവുകയാണ്. ഒന്നും പറയാതെ, അച്ഛനോട് ഒരു വാക്കും അമ്മയോട് ഒരു വാക്കും പറയാതെ ആ 16 വയസ്സ് ഉള്ള ബാലനാണ് അദ്ദേഹം അങ്ങ് പോകുന്നു. അദ്ദേഹത്തിന് വളരെ, നമ്മൾ ഇത് കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു, അദ്ദേഹം പോകുമ്പോൾ എന്താണ്? അച്ഛൻ വത്സ എന്ന് വിളിക്കുന്നുണ്ട്. വിളിച്ചാലും തിരിഞ്ഞു നോക്കാതെ വൃക്ഷങ്ങൾ മാത്രം പ്രതിധ്വനിച്ചു എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ അത് പിന്നെ പോയി കഴിയുമ്പോൾ ഇനി എന്ത് ചെയ്യാനാണ്? അദ്ദേഹം എന്ത് ചെയ്തു? എങ്ങനെങ്കിലും വരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഭഗവാന്റെ പേഴ്സണൽ ഫോമിലുള്ള ശ്ലോകങ്ങളെ പറയാനായിട്ട് പുറകിന് വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവര് പോകും. അങ്ങനെയുള്ള 2-3 ശ്ലോകങ്ങളാണ്. ഒന്ന് ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ രൂപലാവണ്യത്തെ കുറിച്ച്, വൃന്ദാവനത്തിലെ ഭഗവാന്റെ ആ രൂപലാവണ്യത്തെ കുറിച്ച് പറയുന്ന ശ്ലോകമാണ് ഒന്ന്. അതേതാണ്? ബർഹാപീഠം നടവരവപു കർണയോ കർണികാരം ബിഭ്രത്വാസ കനകകവിശം വൈജയന്തിം ചമാലാം രന്ധ്രാൻ വേണോർ അധരസുധയാ പൂരയൻ ഗോപവൃന്ദൈർ ദാരണ്യം സ്വപദരമണം പ്രാവിശീർത്തി. എങ്ങനെയാണ് ഭഗവാൻ അവിടെ, എങ്ങനെയാണ് ഭഗവാൻ ഒരുങ്ങി ആഭരണങ്ങൾ ധരിച്ചൊരുങ്ങി തലയിൽ തൊപ്പിയുമൊക്കെ വെച്ച് കയ്യിൽ കുടലും പിടിച്ച് എങ്ങനെയാണ് അവിടെ കളിക്കുന്നത്, കൂട്ടുകാരോടൊപ്പം കളിക്കുന്നത് എങ്ങനെയാണ്? ആ ഭാവത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ആ ഒരുക്കം, ശാരീരികമായ വേഷവിധാനങ്ങളെ കുറിച്ച് പറയുന്നു. അടുത്ത ശ്ലോകം പൂതനയെ കുറിച്ചുള്ള ശ്ലോകമാണ്. 3:2-23 പറയും. അഹോബഖീയം സ്തനകാളകൂടം ജിഘാസയാപായദപ്യസധ്വി ലഭേ ഗതിം താത്രിമുചിതം തദോന്യം കം വാദയാലും ശരണം വ്രജേമ. എന്ന് വെച്ചാല് വിശ്വസനീയ അല്ല, ഡെഡ്ലി പോയിസൺ ആണ് കൊടുത്ത് ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത്. അങ്ങനെ ശ്രമിച്ച ഒരു സ്ത്രീ, അങ്ങനെയുള്ള ആ ഒരു സ്ത്രീക്ക് പോലും അമ്മയുടെ സ്ഥാനം കൊടുത്ത ഭഗവാനെ അല്ലാതെ വേറെ ആരെയാണ് ഞാൻ ശരണം പ്രാപിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പൊ അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ഭഗവാന്റെ ആ ഭാവത്തെ കുറിച്ച്, ഭഗവാൻ ആരാണെന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് ഇതെവിടുന്ന് പഠിച്ചു എന്ന് തിരിച്ചു ചോദിക്കുകയും അദ്ദേഹം തിരിച്ചു വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഭാഗവത്തിൽ നിന്ന് തന്നെ ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയും. അപ്പം പിന്നെ അടുത്ത് പറയുന്നുണ്ട്, തസ്യപുത്രോ മഹായോഗി സമഗ്രി നിർവികൽപക ഏകാന്തമതിരുന്നിത്രോ മൂഢൈവേദ്യ.
എന്ന് പറഞ്ഞാല് ആ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതാണ്, ശുകദേവ മഹർഷിയെ കുറിച്ച് പറയുന്നതാണ്. 1:4:4 ഇത് പറയുന്നത്. ഇതിനകത്തെ വളരെ ഏകാന്തമതിയാണ്. ഊഢോ മൂഢ ഇവേദേ എന്നാണ് പറയും. വ്യാസപുത്രൻ എങ്ങനെയാണ് വളരെ മഹാനായ ഒരു ഡിവോട്ടിയാണ്, കൂടാതെ ഒരു ബാലൻസ്ഡ് മോണിസ്റ്റ് കൂടിയാണ്. എന്ന് വെച്ചാൽ എന്താണ്? അദ്വൈതവാദിയാണ്, അതീന്ദ്രിയവാദിയാണ്, സ്വയം രമിക്കാൻ കഴിയുന്നവളാണ്, ട്രാൻസെൻഡൽ മണ്ടൈൻ നേച്ചറിനെ എന്ന് വെച്ചാൽ ഭൗതിക ആക്ടിവിറ്റീസിനൊക്കെ അപ്പുറത്തുള്ള ആളാണ്. അതുപോലെ പക്ഷേ കണ്ടാൽ ഒരു അജ്ഞനെ പോലെയാണ് കാണപ്പെടുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ അതിലെ ഒരു സ്റ്റോറി തന്നെ പറയുന്നുണ്ട്. ഒരു ദിവസം അച്ഛനും മകനും കൂടി നടന്നു പോകുന്ന ആ പോയ വഴിക്ക് അച്ഛനും മകനും കൂടി പോവുകയാണ്. ഒരു ഗ്രാമമാണ്. അവിടെ കുട്ടികൾ സ്ത്രീകളൊക്കെ പുഴയിൽ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മുൻപിൽ പോകുന്നത് മകനാണ്. മകൻ വിവസ്ത്രനാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ടും അദ്ദേഹം അങ്ങ് നടന്നുപോയി. ആരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല. പോയി കഴിഞ്ഞപ്പോ പുറകിൽ കുറെ കഴിഞ്ഞപ്പോൾ അതാ വരുന്നു വേദവ്യാസൻ. അപ്പൊ ഈ കുളിച്ച് രമിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾ ഓടിച്ചെന്നവരെ മനോഹരമായി വേഷം ധരിച്ചു. എന്താണ് എന്നുള്ളത് പറഞ്ഞിരുന്നത് എന്താണ്? അദ്ദേഹം ശുകദേവന് മോണിസ്റ്റാണ്, മുക്താത്മാവാണ്. അദ്ദേഹത്തിന് ആണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസമില്ല. എല്ലാവരെയും ഒന്നുപോലെ ഒരേ ഭഗവാൻ തന്നിരിക്കുന്ന വിവിധ ഡ്രസ്സുകളിൽ കാണപ്പെടുന്നവനാണ്. അതുകൊണ്ട് പക്ഷേ വേദവ്യാസൻ അങ്ങനെയല്ല, ഗൃഹസ്ഥനാണ്. അദ്ദേഹത്തിന് ആ വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട്. ഇങ്ങനെ ശുകദേവ ഗോസ്വാമി വളരെയധികം എന്ന് വെച്ചാൽ സ്വയം രമിച്ചുകൊണ്ടിരിക്കുന്ന ആള്. അദ്ദേഹം പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി കരുണ കാണിക്കുന്ന ആളുകൂടിയാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ശ്രീമദ് ഭാഗവതത്തിൽ ഇതെല്ലാം പറയുന്നതാണ്. അങ്ങനെ നമുക്കിനിയും ഈ ശ്ലോകത്തിലെ ശ്രീല പ്രഭുപാദിന് നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞു, ഭൗതികാസ്തിത്വത്തിന്റെ കൊടുന്തമോദനങ്ങളെ തരണം ചെയ്യാൻ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭൗതികവാദികൾക്ക് അദ്ദേഹത്തിന്റെ കൃപയാൽ സ്വന്തം അനുഭവങ്ങളിലൂടെ സാക്ഷീകരിച്ച വേദവിജ്ഞാനത്തിന്റെ ഉത്തമാംശത്തെ അരുളി ചെയ്ത ആളാണ് ശ്രീല ശുകദേവ ഗോസ്വാമി എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ മൂഢഭൗതികവാദികൾ എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണമുണ്ട്. എന്താണ്? ഭൗതികവാദികൾക്ക് എല്ലാം സന്തോഷപ്രദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഭൗതികതയിൽ നിന്ന് കിട്ടുമെന്നാണ് അവർ വിചാരിക്കുന്നത്. എത്ര നേടിയാലും അവർക്കത് പൂർണ്ണമാവുകയില്ല. വീണ്ടും വീണ്ടും കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹമാണ് അവർക്ക് ഉള്ളത്. സ്വയം സന്തുഷ്ടരാകാൻ കഴിയുമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ അവർക്ക് ഒരിക്കലും സന്തോഷം കിട്ടുകയില്ല. അപ്പൊ നമുക്കറിയാം, നമ്മളെ പോലെയുള്ള എല്ലാ ആൾക്കാരും സന്തോഷത്തിന് വേണ്ടി ഒരുപാട് പ്ലാൻസ് ഒക്കെ എടുക്കും, അല്ലെ? ഒരുപാട് പദ്ധതികളൊക്കെ ചെയ്യും. പക്ഷെ ആ പദ്ധതികളൊക്കെ ചിലപ്പോൾ വിജയിച്ചെന്നിരിക്കും, ചിലപ്പോൾ പരാജയപ്പെട്ടെന്നും ഇരിക്കും. അപ്പം അതുകൊണ്ടൊന്നും തന്നെയും ഒരു സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്തത് വീണ്ടും നമ്മൾ ആരംഭിക്കും. അപ്പൊ അത് ചിലപ്പോൾ സങ്കടമായി പോയാൽ, ആ വിജയം കൈവരിക്കാതെ വന്നാൽ വീണ്ടും പ്രയാസം നമ്മൾക്ക് ഉണ്ടാകും. അപ്പൊ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേടാവുന്നതെല്ലാം നേടിയെടുക്കാം എന്ന് വിചാരിക്കുന്നവരെയാണ് മൂഢഭൗതികവാദി എന്ന് പറയുന്നത്. മൂഢരെന്ന് പറയാൻ കാരണം ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേടാവുന്നതെല്ലാം നേടിയെടുത്ത്. അപ്പൊ നമുക്കറിയാം, ബ്രഹ്മാവിന് തൊട്ട് ഉറുമ്പിന് വരെയുള്ള ആൾക്കാർക്കും വേണ്ടത് സന്തോഷമാണ്. അപ്പൊ സന്തോഷം കിട്ടാനായിട്ട് എന്ത് ചെയ്യുന്നു? അവര് അധ്വാനിക്കുന്നു, ഇഷ്ടം പോലെ അധ്വാനിക്കും. ഇപ്പൊ നമുക്കറിയാം, ഒരു ഉറുമ്പ് വരിയായി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? അപ്പൊ അതിനെടുക്കാവുന്ന ഒരു അരിയായാലും ഒരു നെല്ലായാലും എന്തെങ്കിലും ഒരു ഇതായാലും അത് ചുമന്നുകൊണ്ട് ഇങ്ങനെ വരിയായി പോകുന്നതാണ്. പക്ഷെ നമ്മളെ പോലുള്ളവരോ എത്ര കഷ്ടപ്പെടാമോ അത്രയും കഷ്ടപ്പെടും. അങ്ങനെ കഷ്ടപ്പെട്ട് എന്തെല്ലാം നേടിയെടുക്കാൻ ആനന്ദത്തിനായി നമ്മളെ നേടിയെടുക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഭൗതിക പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. അത് നമ്മളെ എന്ത് ചെയ്യും? നിരാശരാക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ശ്രീലപ്രഭുപാദർ പറയുകയാണ്, ഭൗതിക തലത്തെ ഇരുണ്ട തലമെന്ന് പറയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനിയും അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും, കുറെ പേർ നല്ല സുഖമായിട്ട് ജീവിക്കുന്നല്ലോ, കുറെ പേര് അതൊക്കെയും നമ്മുടെ കർമ്മഫലമായിട്ട് കുറച്ചൊക്കെ മാറ്റം ചിലപ്പം വന്നെന്നിരിക്കും. ഈ ഭൗതിക പ്രകൃതിയിൽ അതും സംഭവിച്ചെന്ന് ഇരിക്കും. പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ തങ്ങൾക്ക് സന്തോഷം വേണമെന്നുള്ള ആഗ്രഹത്താണ് നമ്മൾ കഴിയുന്നത്. അപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കാതെ ഇരിക്കുന്നവരെയാണ് മൂഢന്മാരെന്ന് പറയുക. രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ കുറച്ചു പേരുണ്ട്. അവരെന്താണ് ചെയ്യേണ്ടത്? നമ്മൾക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും എന്ന് പറഞ്ഞു തരുന്നത് സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്, അല്ലെ? ഒരുപാട് സ്ക്രിപ്റ്റേഴ്സ് അത് ഉണ്ട്. അപ്പൊ ഈ സ്ക്രിപ്റ്റേഴ്സിനെ എങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്ന ആർക്കെങ്കിലും ഒന്ന് പറയാമോ? അത് സ്ക്രിപ്റ്റേഴ്സിനെ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്? 2 തരത്തിലുള്ള സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്. ആരെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്ത് പറയൂ.
ആർക്കും ഓർമ്മയില്ല? ശ്രുതിയും സ്മൃതിയുമാണ്. താങ്ക് യു മാതാജി. ശ്രുതി ആൻഡ് സ്മൃതിയാണ്. പിന്നെ ശ്രുതികളെന്നും സ്മൃതികളെന്നും അതിനെ നമ്മൾ പലതായിട്ട് തരംതിരിച്ചിരിക്കുന്നു. പുരാണങ്ങളെ, ഉപനിഷത്തുക്കൾ, അതെല്ലാം നിങ്ങൾ കേട്ടതാണ്. അപ്പൊ അത് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ എസൻസ് പറഞ്ഞു കൊടുക്കാനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചത്, അല്ലെ? എല്ലാ സ്ക്രിപ്റ്റേഴ്സിന്റെയും കൂടി എസൻസ്. അപ്പൊ സ്ക്രിപ്റ്റേഴ്സ് മനസ്സിലാക്കുക. പിന്നെ എന്ത് ചെയ്യണം? ഭക്തന്മാരുമായി സംഘം നേടുക, അതുപോലെ ഭഗവാനിൽ ഉറച്ച വിശ്വാസം ഉണ്ടാക്കുക. പക്ഷേ ഇവിടെ മൂഢൻ എന്ന് പറയാൻ കാരണം ഇതെല്ലാം ഉണ്ടെങ്കിലും ദൗർഭാഗ്യം കൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ മോചനത്തെ കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ലാതെ അവർ ഈ സാധാരണക്കാർ സന്തോഷത്തിനായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ പോലെയുള്ള എല്ലാ ആൾക്കാരും അങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഒരു പരാജയം ഉണ്ടായാൽ അടുത്ത വിജയത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കും. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ നേടി? ഇതെല്ലാം വേണം. പക്ഷേ അത് കൂടാതെ പിന്നെ എന്ത് വേണം? നമ്മൾക്ക് എന്തുകൊണ്ട് ഇത് വന്നു എന്ന് ചിന്തിക്കാനുള്ള ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് സ്ക്രിപ്റ്റേഴ്സ് ശ്രദ്ധിക്കണം, അതുപോലെ സംഘം ഉണ്ടായിരിക്കണം, ഭഗവാനിൽ വിശ്വസിക്കണം, പിന്നെ എന്ത് വേണം? നല്ലൊരു ഗുരുവിനെ നേടിയെടുക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ശ്രീല പ്രഭുപാദര് നമ്മുടെ ഈ മനോഭാവത്തെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്താണ്? കള്ളിമുൾച്ചുടി തിന്നുന്ന അതിന്റെ കൊമ്പ് തിന്നുമ്പോൾ അതിന്റെ നാക്ക് മുറിഞ്ഞ് അതിന്റെ ചോരയാണ് ഈ ഇതിനോടൊപ്പം ഉള്ളിൽ ചെല്ലുന്നത്. അത് നല്ല മധുരമായിട്ടത് ആസ്വദിച്ച് തിന്നും. അങ്ങനെ തന്റെ തന്നെ ചോര ആ കൊമ്പിനോടൊപ്പം ഉള്ളിൽ ചെല്ലുമ്പോൾ അതിനെ വളരെ രുചിയോടുകൂടി തിന്നുന്ന ആ ഒട്ടകത്തോടാണ് നമ്മളെ ഇവിടെ പ്രഭുപാദരെ സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് ഭയങ്കര ഇഷ്ടമാണ് അത് ആസ്വദിച്ചാണ് തിന്നുന്നത്. അതിൽ നിന്ന് ഒഴി വരുന്ന രക്തം അത് ഇഷ്ടപ്പെടുന്നു. കാരണം എന്താ? അതുപോലെയാണ് ഭൗതികവാദി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വന്തം ഒഴുക്കി കഷ്ടപ്പെട്ട് അതുപോലെ യാതന അനുഭവിച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന സമ്പത്തിനോടാണ് അവർക്ക് താല്പര്യം. അങ്ങനെ കഷ്ടപ്പെട്ട് എത്ര സമ്പത്ത് ഉണ്ടാക്കാമോ എന്ന് ചോദിക്കും. സമ്പത്ത് ആവശ്യമല്ലേ? ജീവിക്കുന്നതിന് അത് വേണ്ടേ? എങ്ങോട്ട് നമ്മൾ പോയാലും നമുക്ക് പണം ആവശ്യമാണ്. പക്ഷെ അതിനുപരിയായിട്ട് ഒരുപാട് ഉണ്ടാക്കാനാണ് സാധാരണക്കാര് ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഭൗതികവാദി ഇതിനോട് താല്പര്യം കാണിക്കുന്നു, കഷ്ടപ്പെട്ട് നേടുന്നു, ജീവിക്കുന്നു. അങ്ങനെയുള്ളവരെയാണ് നമ്മള് കർമ്മികളെന്ന് പറയുന്നത്. അപ്പൊ കർമ്മികൾ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുന്നു, ഉണ്ടാക്കുന്നു, അത് ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുകയും ചെയ്യുന്നു കർമ്മി. അപ്പൊ ഇവരെ തന്നെ കുറച്ച് കഴിയുമ്പോഴേ കഷ്ടപ്പെട്ട് അവര് ഒരുപാട് അവശതയാവും. അവരെന്ത് ചെയ്യും? അയ്യോ, ഇത് ഇങ്ങനെ കഷ്ടപ്പെടാതിരിക്കാൻ എന്തു മാർഗമുണ്ട് എന്ന് ചിന്തിക്കും. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അവർ ചിലർ ആ കഷ്ടപ്പാടിൽ നിന്ന് വരുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അതില്ലാതാക്കാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് അവരെന്ത് ചെയ്യും? അറിവ് നേടിയെടുക്കും. സ്ക്രിപ്റ്റേഴ്സ് വഴിയായാലും ശരി, മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ വഴിയായാലും ശരി, അവര് അറിവ് നേടിയെടുക്കുകയും അവര് ജ്ഞാനികളായി തീരുകയും ചെയ്യും. അപ്പൊ അവർക്ക് എന്തുകൊണ്ട് തനിക്ക് കഷ്ടപ്പാട് വന്നു, ഇനിയും കഷ്ടപ്പാട് വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ രീതിയിൽ അവരെ ചിന്തിക്കും. നമുക്കറിയാം, കർമ്മികൾ, ജ്ഞാനികൾ, പിന്നെ ആരാണ്? യോഗികൾ, പിന്നെ ആരാണ്? ഭക്തന്മാർ. എന്ന് 4 വിധത്തിലുള്ള ആൾക്കാര് ഉണ്ടെന്ന് നമുക്ക് അറിയാം. അപ്പൊ കഷ്ടപ്പാടിന് ഒരു മറുകര കാണാൻ അവര് ആഗ്രഹിക്കും. അതിന് സഹായിക്കുന്നതാണ് ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും തുടങ്ങിയ സ്ക്രിപ്റ്റേഴ്സ്. അപ്പം യഥാർത്ഥമായി ഭഗവാനെ അറിയാൻ ശ്രമിക്കണം. അപ്പൊ അതിന് ഉന്നതമായ അവസ്ഥ നേടിത്തരുന്നതിന് ഉദ്ദേശിച്ചുള്ള കാര്യങ്ങളാണ് ഈ ശ്രീമദ് ഭാഗവതത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ശ്രീമദ് ഭാഗവതം പഠിക്കുമ്പോൾ നമുക്ക് എന്താണ്, എങ്ങനെ നമുക്ക് ഈ ജീവിതത്തിൽ നിന്ന് അല്പ ഉന്നതിയിലേക്ക് എത്താൻ കഴിയും, എങ്ങനെ നമ്മുടെ മനസ്സിനെ ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന് ചിന്തിക്കുക. മാത്സര്യത്തെ ഇല്ലാതാക്കുക. മറ്റുള്ളവർക്കുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നുള്ള എനിക്കില്ലല്ലോ എന്ന ആ ചിന്താഗതി അങ്ങ് മാറി മാത്സര്യത്തെ ഇല്ലാതാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് പരമഹംസന്മാരെ ഉദ്ദേശിച്ചുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ട് ബാക്കിയുള്ളവരും വായിക്കുന്നു? നമ്മുടെ മനസ്സ് കുറച്ചുകൂടി ഉയർത്തി കൊണ്ടുവരിക. അപ്പൊ ആരും പരമഹംസന്മാരെ ഉടനെ സഡനായിട്ട് അങ്ങ് ആകുകയല്ല, കുറേശ്ശെ ഉയർത്തി കൊണ്ടുവരിക. നമ്മൾ കനിഷ്ഠാധികാരി, മധ്യമാധികാരി, ഉത്തമാധികാരി എന്നൊക്കെ ഭാഗവതം പഠിക്കുന്നതിന് കേട്ടിട്ടുണ്ട്, അല്ലെ? അപ്പം ആ ഒരു രീതിയിൽ ഇപ്പം നമ്മൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ചതുർവിധ ഭജന്തേമാം
യേ ജനാഹ പരിഭാസതേ ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച പരദർശഭ എന്ന് പറയുന്നത്. എന്നെ വിളിക്കുന്ന ആൾക്കാര് എന്താണ്, പല വിധത്തിലുള്ള ആൾക്കാർ എന്നെ വിളിക്കും. ആർത്തന്മാരെന്നെ വിളിക്കും, ദുഃഖിതരാണ്. ജിജ്ഞാസുക്കൾ വിളിക്കും, എനിക്ക് കൂടുതൽ അറിവ് വേണം, എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അപ്പൊ അറിവ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ വിളിക്കും. പിന്നെ എന്താണ്, ജിജ്ഞാസികൾ എന്നാ അർത്ഥാർത്ഥി, എനിക്ക് കൂടുതൽ പണം വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, അതുപോലെ അറിവ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇവരൊക്കെ എന്നെ വിളിക്കാറുണ്ട് എന്ന് ഭഗവാൻ പറയും. അപ്പൊ എന്തായാലും ശ്രീമദ് ഭാഗവതം ഇവരെ എല്ലാവരെയും സഹായിക്കും. എസ്പെഷ്യലി പരമഹംസരെ ഉദ്ദേശിച്ചുള്ളതാണെങ്കിലും ഇവരെ എല്ലാം സഹായിക്കും. അപ്പൊ ശ്രീമദ് ഭാഗവതം രചിക്കുന്നതിന് മുമ്പ് തന്നെ വേദവ്യാസൻ എന്ത് ചെയ്തിരുന്നു? ഭാഗവതം രചിക്കുന്നതിന് മുമ്പ് തന്നെ വേദാന്ത സൂത്രം അല്ലെങ്കിൽ ബ്രഹ്മസൂത്രം എന്ന് പറയുന്ന രചിച്ചിരുന്നു. ആ ബ്രഹ്മസൂത്രത്തിന്റെ പരിഭാഷ അല്ലെങ്കിൽ യഥാർത്ഥമായ സമ്പൂർണമായ വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ട്? വേദാന്ത സൂത്രം എന്ന് പറയുന്നത് ശരിക്കുള്ള ഫോർമുലാസ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ സൂത്രങ്ങളാണ് അതിലുള്ളത് അത്രയും. അപ്പൊ അത് വായിച്ചെടുക്കാൻ 555 സൂത്രങ്ങളുണ്ട്. അതെല്ലാം വായിച്ചെടുക്കാനുള്ള കഴിവ് സാധാരണ മനുഷ്യർക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്താണ്, നമുക്കറിയാം വേദവ്യാസന് വിഷമം വരുന്നതൊക്കെ നിങ്ങൾ പഠിക്കും. പക്ഷെ ഇവിടെ യഥാർത്ഥമായിട്ട് അതിനെ ഈ ഒരു കാര്യം കൂടിയുണ്ട്. ഈ വേദാന്ത സൂത്രം രചിച്ചു എങ്കിലും അത് സാധാരണക്കാരന് മനസ്സിലാകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പൊ ആ ഒരു ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവര് ശ്രീമദ് ഭാഗവതം രചിച്ചത്. അപ്പം അങ്ങനെ ആ വേദവ്യാസന് ഈ രചിച്ച ഈ ബുക്കിനെയും ശുകദേവൻ ശരിയായി മനസ്സിലാക്കുകയും, അപ്പം വേദാന്തത്തിന്റെ റിയലൈസ്ഡ് മാസ്റ്ററാണ് ശുകദേവൻ, നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ബ്രഹ്മസൂത്രത്തിൽ ഏകദേശം എത്രയാണ്? 555 സൂത്രങ്ങളുണ്ട്. 4 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് അത് രചിച്ചിരിക്കുന്നത്. അപ്പം അത് ഡീൽ ചെയ്യുന്ന ഓരോ ചാപ്റ്റേഴ്സിലും ഓരോ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സൂത്രരൂപത്തിൽ എഴുതിയിരിക്കുന്ന ഈ ബുക്ക് നമുക്ക് അതിലെ ഒരു സൂത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒന്നാമത്തെ സൂത്രം അഥാഥോ ബ്രഹ്മ ജിജ്ഞാസ എന്നാണ്. അതെ, ഈ ബുക്ക് ജ്ഞാനികളെ ഉദ്ദേശിച്ചുള്ളത് തന്നെയാണ്. അപ്പൊ 100,000 ഭൗതികവാദികളിൽ വളരെ കുറച്ചു പേരെ ഭൗതികാര്യങ്ങളിൽ മടുപ്പ് തോന്നിയിട്ട് സ്വതന്ത്രനാകാൻ ആഗ്രഹിക്കത്തുള്ളൂ. ഒരുപാട് കർമ്മികളുണ്ട്, അവരിൽ വളരെ കുറച്ചു പേരാണ് ജ്ഞാനികളാകുന്നത്. അങ്ങനെ ജ്ഞാനം നേടിയെടുത്തവർക്കുള്ളതാണ് ഈ വേദാന്ത സൂത്രം. അല്ലാതെ ഭൗതികർക്ക് അത് മനസ്സിലാകില്ല എന്ന് ഡ്രോബാക്ക് വേദവ്യാസന് മനസ്സിലായി. അത് മിസ്യൂസ് ചെയ്യും അവരെന്ന് കരുതി, അതിനെ പല രീതിയിലും അർത്ഥം മനസ്സിലാക്കാതെ പല രീതിയിൽ മിസ്യൂസ് ചെയ്യും എന്ന് കരുതിക്കൊണ്ട് അതിനെ യഥാർത്ഥ വ്യാഖ്യാനമായ ശ്രീമദ് ഭാഗവതം നമുക്ക് രചിച്ചു തന്നു എന്നുള്ളതാണ്. അപ്പം ഈ 4 വിധം ആൾക്കാരെ നമ്മൾ പറഞ്ഞില്ലേ, ജ്ഞാനീജ ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനീജ പരദർശ. ഇവരിൽ എത്ര പേർക്കാണ് ഇത് മനസ്സിലാകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചിന്തിച്ചത്. അപ്പം ബ്രഹ്മസൂത്രത്തിലുള്ളത് പറഞ്ഞിരിക്കുന്ന അധികം ബ്രഹ്മത്തെ കുറിച്ചാണ്. എന്താണ് ഈ ബ്രഹ്മം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ് ഈ അഥാഥോ ബ്രഹ്മജിജ്ഞാസ എന്ന ഫസ്റ്റ് ആ സൂത്രത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ ഭൗതികതയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ജീവിച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും വേണമെന്ന് തോന്നും. അങ്ങനെ ഈ ഭൗതിക അന്വേഷണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ? സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, ഇന്ദ്രിയപരമായ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കണമെന്നുള്ള ചിന്താഗതി. പക്ഷെ എപ്പോഴാണോ നമ്മൾ അതിൽ നിന്നും അതിനപ്പുറം കടക്കാൻ കഴിയുന്നത്, മറുകണ്ഠം ചാടുന്ന എന്ന് വെച്ചാൽ അപ്പുറം കടക്കാൻ കഴിയുന്നപ്പോൾ ബ്രഹ്മത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ള എന്താണ് റിലവന്റ് ആയിട്ടുള്ള എൻക്വയറീസ് നമ്മൾ നടത്തും. എന്ന് വെച്ചാൽ കുറച്ചുകൂടി ആ ബ്രഹ്മം ആരാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കും. ഭൗതികമായ അന്വേഷണത്തിൽ നിന്ന് നമ്മൾ മാറി നിന്നാൽ മാത്രമേ നമുക്ക് ബ്രഹ്മത്തെ കുറിച്ച് അന്വേഷണം നടത്താൻ കഴിയുകയുള്ളൂ എന്നാണ് ഇവിടെ ഈ വേദാന്ത സൂത്രം പറയുന്നത്. ഭൗതികതയിൽ ജീവിക്കുന്ന നമ്മളെ പോലെയുള്ളവർക്ക് വേദാന്ത സൂത്രം മനസ്സിലാക്കാനും വളരെ പ്രയാസമാണ്. അപ്പം ആദ്യമേ നമ്മൾ ശ്രീമദ് ഭാഗവതം പഠിച്ചാൽ മാത്രമേ വേദാന്ത സൂത്രം നമുക്ക് അല്പമെങ്കിലും മനസ്സിലാവുകയുള്ളൂ. ബ്രഹ്മം ആരാണ്? അൾട്ടിമേറ്റ് റിയാലിറ്റിയാണ്, സുപ്രീം ലോഡാണ്, അല്ലെങ്കിൽ ഡിവൈൻ കോൺഷ്യസ്നെസ് ആണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പം നമ്മൾ അതിനെ ഭാഷ്യം രചിച്ചിട്ടുണ്ട്. നമ്മുടെ ശ്രീപാദ ശങ്കരാചാര്യരെ ഭാഷ്യം എഴുതിയിട്ടുണ്ട്, ശാരീരിക ഭാഷ്യം എഴുതിയിട്ടുണ്ട്. പിന്നെ രാമാനുജര്, അതുപോലെ ബലദേവന്, വിദ്യാഭൂഷൺ, ഇവരൊക്കെ അതിന് ഭാഷ്യം രചിച്ചിട്ടുണ്ട്. അപ്പം
അതിന്റെ ഭാഷ്യത്തെ, വേദാന്ത സൂത്രത്തിന്റെ ഭാഷ്യത്തെ അധികരിക്കാൻ വളരെ പ്രയാസമാണെന്ന് ശങ്കരാചാര്യൻ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തില്ല, ഭാഗവതത്തിലേക്ക് കടന്നതേയില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ശ്രീല പ്രഭുപാദൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഭൗതിക സൃഷ്ടിക്ക് അതീതനാണ് ഭഗവാൻ എന്ന് ശങ്കരാചാര്യർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ പക്ഷേ അദ്ദേഹത്തെ ഫോളോ ചെയ്തു വന്ന മായാവാദികൾ എന്താണ് പറയുന്നത്, അവര് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, ഭഗവാനോട് അസൂയുള്ളവരാണ്. അപ്പം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ എന്തുകൊണ്ട് പറയുന്നു, ഭഗവാനേക്കാൾ പ്രാധാന്യം മായയ്ക്ക് അവിടെ കൊടുക്കുന്നു, മായാവാദത്തിൽ അവർ വിശ്വസിക്കുന്നു. അതാണ് പ്രഭുപാദർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്ത് തന്നെ ആയാലും നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രീമദ് ഭാഗവതത്തെ അഭയം തേടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എങ്ങനെയുള്ള ബുക്കാണ്, ശുകദേവന്റെ അധരങ്ങളിൽ നിന്ന് നിർഗളിച്ചു വന്നതാണ് ഇവയെല്ലാം എന്നുള്ളതാണ്. അപ്പൊ ഈ ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചതാണ്. നിഗമകൽപതരോർഗളിതം ശുഗംഗാദ അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം ഉപരഹോ രസിക ഭാവുക, അത് കുടിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വേദസാഹിത്യത്തിന്റെ പരിപക്വ ഫലമായ ഈ ഫലത്തെ മുക്താത്മാക്കൾക്ക് യാതൊന്നും ആവശ്യമില്ലെങ്കിലും അവരും അത് ആസ്വദിക്കുന്നുണ്ട്. നമുക്കത് കാര്യമായിട്ട് എടുക്കാം. പക്ഷെ മുക്താത്മാക്കൾക്ക് എന്തിനാണ്, അവർക്ക് ഇതൊന്നും ആവശ്യമില്ലാത്തവരാണ്, എന്നിട്ടും അവരത് ആസ്വദിക്കുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത എന്നുള്ളതാണ്. ഈ ശ്രീമദ് ഭാഗവതം നമുക്കറിയാം, ധർമ്മപ്രോചിത കൈതവോത്രപരമോ നിർമ്മത്സരാണാം സദാ. ഇത് ധർമാധർമ്മങ്ങളെ മാറ്റി നിർത്തിയിട്ട് യാഥാർത്ഥ്യത്തെ മിഥ്യയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം എന്ന്. അതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അതെല്ലാം മനസ്സിലാകുന്നതേ ഉള്ളൂ. ത്രിവിധ ക്ലേശങ്ങൾ ഇതിനകത്ത് മാറ്റിയെടുക്കാൻ, ത്രിവിധ ക്ലേശം മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം, അതിന് എക്സാമ്പിൾസ് പല രീതിയിൽ പറഞ്ഞു തന്നിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ് ശ്രീമദ് ഭാഗവതം. പിന്നെ എന്താണ് ഇനിയും നമുക്ക് ശ്രീല പ്രഭുപാദർ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു പർപ്പോർട്ട് വളരെ വലുതാണ്, അതുകൊണ്ടാണ് ഞാൻ പർപ്പോർട്ട് വായിക്കാതിരുന്നത്. ഇനിയും ശ്രീമദ് ഭാഗവത്തെ ശരണം പ്രാപിക്കേണ്ടതാണ്. ശുകദേവ ഇനിയും ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അതീന്ദ്രിയ നിരപേക്ഷ സത്യത്തെ ബ്രഹ്മം പരമാത്മാവേ ഭഗവാൻ എന്നിങ്ങനെ പരിപൂർണമായി ദർശിക്കുവാൻ ശ്രീമദ് ഭാഗവതം ഒരാളെ കഴിവുള്ളവനാക്കി തീർക്കുന്നു. അപ്പം ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ പ്രത്യക്ഷനായിരിക്കുന്നു കൃഷ്ണൻ. ശ്രീമദ് ഭാഗവതം എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് എന്താണ് ഈ ബ്രഹ്മം, എന്താണ് പരമാത്മാവ്, എന്താണ് ഭഗവാൻ, അതുകൂടി ഒന്ന് നമുക്ക് നോക്കാം. അപ്പം വളരെ വലിയ പർപ്പോട്ടാണ് ഇതിൽ പറഞ്ഞതെല്ലാം ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. നോക്കട്ടെ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ. ഇവിടെ നമ്മൾ ഭാഗവതം സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുമ്പോൾ തന്നെ എല്ലാവരും പഠിക്കുന്നതുമാണ് അല്ലേ. അപ്പൊ അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമുക്കൊരു ശ്ലോകം അതിനെക്കുറിച്ച് നമുക്ക് പറയാം. വദന്തി തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി സത്യതേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പരമസത്യത്തെ 3 സമാന ഭാവങ്ങളിലാണ് നമ്മളെ ദർശിക്കുന്നത്, സാക്ഷാത്കരിക്കുന്നത്. അപ്പം ചിലര് അതിന് എക്സാമ്പിള് ശ്രീല പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നത് സൂര്യപ്രകാശം, സൂര്യോപരിതലം, സൂര്യഗ്രഹം എന്ന 3 രീതിയിൽ അതിനെ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതുപോലെ നമുക്ക് ഈ 3 ഭാവത്തെ മനസ്സിലാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂര്യപ്രകാശം കണ്ടിട്ട് അത് സൂര്യനാണെന്ന് പറയുന്ന പ്രാഥമിക വിദ്യാർത്ഥി ഒന്നാമത്തേത്. രണ്ടാമത്തേത് എന്താണ്, സൂര്യോപരിതലത്തിൽ സൂര്യനിൽ എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് നോക്കുന്ന, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഓടിച്ചു നോക്കുന്ന ഒരു വ്യക്തി എന്ന് വെച്ചാൽ പൂർണ്ണമായി അറിവില്ല, അതിനെക്കുറിച്ച് അറിയുന്ന ആ ഒരു വ്യക്തി, അത് കുറച്ചുകൂടി ബെറ്റർ ആണ്. അപ്പൊ അതാണ് ആ പരമാത്മഭാവത്തിന് തുല്യമായി പറയുന്നു. അതുപോലെ ഇനിയും സൂര്യഗ്രഹത്തിലേക്ക് കടന്നിട്ട് അതിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു, സൂര്യൻ എങ്ങനെയാണ് സൂര്യഗോളത്തെ കുറിച്ച് മാത്രം അറിയുന്നവനാണ് പരമാത്മഭാവത്തെ. ഇനിയും സൂര്യൻ ആരാണ്, സൂര്യഭഗവാൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ സൂര്യൻ ആരാണ് എന്ന് വ്യക്തമായി അറിഞ്ഞിട്ട് ആ ഭാവത്തെ സാക്ഷാത്കരിക്കുന്നവനാണ് സർവോത്തമൻ. അവനെ ഭഗവത് സാക്ഷാത്കാരത്തോടെ താരതമ്യപ്പെടുത്തിയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന അവ്യക്തിഗതമായ സൂര്യപ്രകാശം മാത്രം അറിയുന്നവൻ ബ്രഹ്മൻ എന്ന ഭാവത്തെ മാത്രം അറിയുന്നവനാണ് എന്നുള്ളതാണ്. അപ്പം ജ്യോതിസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഭഗവാനിൽ നിന്നാണ് ഈ ജ്യോതിസ് വരുന്നതെന്നും വൈകുണ്ഠ ലോകങ്ങളിലും ബ്രഹ്മജ്യോതി വരെയും വ്യാപിച്ചിരിക്കുന്നത് ഭഗവാനിൽ നിന്ന് പുറപ്പെടുന്ന ആ പ്രകാശ കിരണങ്ങളാണെന്നും നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ അത്
അതെല്ലാം നമുക്കറിയാവുന്ന. അപ്പൊ അതിനെ കുറിച്ച് അതാണ് ഭഗവാൻ എന്നങ്ങ് ചിന്തിക്കുന്ന വ്യക്തി. അതിനപ്പുറത്തൊരു ഭഗവാനെ കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ചിന്തിക്കുന്നവരെയാണ് ബ്രഹ്മഭാവത്തിൽ വിശ്വസിക്കുന്നവരെന്ന്, ബ്രഹ്മൻ ഭാവത്തിൽ വിശ്വസിക്കുന്നവരെന്ന്. പിന്നെ പരമസത്യത്തെ കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കുമ്പോഴേ പരമാത്മഭാവം അനുസരിച്ച് നമ്മുടെ ഉള്ളിൽ പരമാത്മാവുണ്ടെന്നും എല്ലാവരിലും അടങ്ങിയിരിക്കുന്നതാണ് ഈ പരമാത്മാവെന്നും അതിന്റെ വലിപ്പവും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ രൂപം എങ്ങനെയാണെന്നും ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനെ സാക്ഷാത്കരിക്കുന്ന ആളാണ്. അതിനെ എങ്ങനെ സാക്ഷാത്കരിക്കാം, എന്താണ് അതിന് ചെയ്യേണ്ടത് എന്നൊക്കെ സാക്ഷാത്കരിക്കുന്ന. അപ്പം യോഗികളായിട്ട് യോഗവിദ്യയിൽ കൂടി അവരുടെ 8 അംഗങ്ങളും ഒക്കെ പഠിച്ചെടുത്തിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന വ്യക്തിയെ എന്ത് ചെയ്യുന്നു? അപ്പൊ അവരെയാണ് നമ്മള് പരമാത്മഭാവത്തെ ദർശിച്ചവരെന്ന് പറയുന്നത്. ഇനി സൂര്യഗ്രഹത്തിൽ കടക്കാൻ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞതുപോലെ ഭഗവാനെ കുറിച്ച്, ഭഗവാൻ ആരാണ്, ഭഗവാനെ കുറിച്ച് പൂർണ്ണമായി അറിയുന്ന വ്യക്തി എന്ന് വെച്ചാൽ ഈ കാണുന്ന ബ്രഹ്മവും അതുപോലെ ഈ പരമാത്മാവും എല്ലാം ഭഗവാനിൽ നിന്നാണ്, ഭഗവാന്റേതാണ്. ഈ ബ്രഹ്മം ഭഗവാനിൽ നിന്നാണ്, ബ്രഹ്മ തേജസ് ഭഗവാനിൽ നിന്നാണ് വരുന്നത് എന്നും പരമാത്മാവ് ഭഗവാനിൽ നിന്ന് വ്യത്യസ്തനല്ല എന്നും മനസ്സിലാക്കിയെടുക്കുന്നവൻ യഥാർത്ഥമായി 3ാമത്തെ ഭാവം നേടിയവനാണ്. അപ്പൊ നമുക്ക് പല എക്സാമ്പിൾസും അതിനെടുക്കാം. അപ്പൊ നമ്മള് ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുക, ട്രെയിൻ ദൂരേന്ന് വരുന്നു, അതിന്റെ ശബ്ദം കേൾക്കുന്നു, ഒരു പ്രകാശവും ദൂരേന്ന് കാണുന്നു. അപ്പം നമുക്ക് അറിയാൻ വയ്യാത്ത, ഒന്നും അറിഞ്ഞുകൂടാത്ത, ഒരു ബുദ്ധിയില്ലാത്ത ഒരാളാണെങ്കിൽ ആ പ്രകാശമാണ് ട്രെയിൻ എന്ന് ചിന്തിക്കാം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് അടുത്തേക്ക് വരുന്നു. അപ്പൊ എന്താണ് അതിന് വലിയ ഒരു എന്താണ്, അപ്പൊ ഒരുപാട് എന്തുണ്ട്, ബോഗീസ് ഉണ്ട്, വളരെ എത്ര നേരം എടുക്കുന്നു ഇവിടെ വരാൻ, ഇങ്ങനെയുള്ള അതിന്റെ രൂപം ദർശിക്കുന്നു. അപ്പൊ അത് ഒരു പരമാത്മഭാവത്തിന്റെ 2ാമത്തെ ഭാവം. പക്ഷേ അതിങ്ങ് അടുത്ത് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ട്രെയിനിന് ഇത്ര ബോഗീസ് ഉണ്ട്, ഇത്ര ആൾക്കാർക്ക് ഇരിക്കാൻ, വെട്ടിവെക്കാനുള്ള സൗകര്യമുണ്ട്, ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, അതിന്റെ പൂർണ്ണതയെ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയെടുക്കുന്ന ആ ഭാവം. അപ്പൊ ആദ്യം ബ്രഹ്മഭാവത്തെ കുറിച്ച് പറഞ്ഞു, പിന്നെ പരമാത്മഭാവത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക, പിന്നെ ഭഗവാൻ ആരാണെന്നറിയാം. അപ്പൊ ഇതിന് തത്വതസ്തം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനീതി ശബ്ദത. ഈ 3 ഭാവവും ഭഗവാന്റേതാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതിനെ കുറിച്ചും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതീന്ദ്രിയ നിരപേക്ഷ തത്വത്തിന് 3 ഭാവമുണ്ട്. ബ്രഹ്മം, പരമാത്മാവെ, ഭഗവാൻ എന്ന് പൂർണ്ണമായി ദർശിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ശ്രീമദ് ഭാഗവതമാണെന്ന്. ഹരേ കൃഷ്ണ. നമുക്ക് സമയമായി. ഇതിനകത്ത് ഭഗവാൻ ശ്രീല പ്രഭുപാദരെ വിവർത്തനം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ അതില് ഭാവാർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരും അത് വായിക്കുക. എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. എനിക്ക് അറിഞ്ഞുകൂടായെങ്കിൽ ഞാൻ അത് ആരോടെങ്കിലും ചോദിച്ചിട്ട് പറഞ്ഞു തരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഈ ബ്രഹ്മവാദി, പരമാത്മാ, ഞാൻ ഇത് പറഞ്ഞല്ലോ മാതാജി. ഇതില് ബ്രഹ്മവാദികൾ എന്ന് പറയുന്ന ഈ സനകകുമാരന്മാർ 4 പേർ ബ്രഹ്മവാദികളായിരുന്നു എന്ന് പറയുന്നത്. ഒരു വൈകുണ്ഠത്തിലെത്തിയതിനു ശേഷമാണ് ഭക്തന്മാരായിരുന്നു പരമാത്മാവിനെ അറിയുന്നതെന്ന് പറയുന്നുണ്ട്. അതൊന്ന് അങ്ങനെ അത് അവിടെ ഒരു ചെറിയ സംശയം എനിക്ക് വരുന്നുണ്ട് മാതാജി. ഇപ്പൊ മാതാജി പറഞ്ഞത് ബ്രഹ്മവാദി, പരമാത്മാവി, ഭഗവത് സ്വരൂപം അറിയുന്നവർ. അപ്പൊ ഈ ഭഗവത് സ്വരൂപത്തെ അറിഞ്ഞു കഴിഞ്ഞവരാണ് ഭക്തന്മാരെന്ന് പറയുന്നത്. പൂർണ്ണതയിലെത്തുന്ന അല്ലേ മാതാജി? അങ്ങനെയല്ലേ? അതെ, തീർച്ചയായും. ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കി ആ ഭഗവാനിൽ നിന്നാണ് നമ്മൾ എല്ലാവരും വന്നിരിക്കുന്നതെന്നും ഭഗവാനിൽ നിന്ന് എന്തെല്ലാം ഉണ്ട്, ഈ കാണുന്ന ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അഖിലമായ സർവ്വതും അടങ്ങിയിരിക്കുന്ന, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും അടങ്ങി, ഒരു പ്രപഞ്ചത്തിലല്ല, പല പല പ്രപഞ്ചങ്ങൾ. നമുക്കറിയാം എന്താണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, സൃഷ്ടിക്ക് വേണ്ടി സംഘർഷണൻ കാരണോദകശായി വിഷ്ണുവാകുന്നു. അതുപോലെ അവിടെ നിന്ന് അടുത്ത സൃഷ്ടിഭാവത്തിന് വേണ്ടി പ്രത്യുജ്ഞം വന്നിട്ട് ഗർഭോദകശായി വിഷ്ണുവാകുന്നു. അനിരുദ്ധൻ വന്നിട്ട് ക്ഷീരോദകശായി വിഷ്ണുവാകുന്നു. അപ്പൊ സൃഷ്ടി നടക്കുന്നു. ഇതെല്ലാം നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പൊ ഈ ഭാവങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നത് ഭഗവാനാണ്. അപ്പൊ ഈ സകല ബ്രഹ്മാണ്ഡങ്ങളെയും
എത്ര കാരണോദകശായി ഇവിടെ ശരീരത്തിൽ എത്ര ബ്രഹ്മാണ്ടങ്ങളുണ്ടോ, ഈ ബ്രഹ്മാണ്ടങ്ങൾ മുഴുവനും അടങ്ങിയിരിക്കും. അതെല്ലാം വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ഭഗവാനിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കി ഭഗവാൻ ആരാണെന്നറിഞ്ഞ ഭഗവാന്റെ ശക്തി, ആന്തരിക ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി, അതുകൂടാതെ 16 ശക്തികൾ വേറെ, 24 ഗുണങ്ങൾ വേറെ, 6 ഐശ്വര്യങ്ങൾ വേറെ എന്ന് നമുക്ക് പറഞ്ഞു തീർക്കാനൊക്കാത്ത കാര്യങ്ങളാണ് ഭഗവാനെ കുറിച്ചുള്ളത്. അപ്പൊ ഇതിനെ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഭഗവാൻ ആരാണെന്ന് അറിഞ്ഞോ അവൻ. അപ്പൊ അതിനെ മനസ്സിലാക്കാൻ കഴിയുന്ന യഥാർത്ഥ ഭക്തനെയാണ് നമ്മൾ ശുദ്ധ ഭക്തൻ എന്ന് പറയുന്നത്. അവരാണ് ഭഗവത് ഭാവത്തെ പൂർണ്ണമായി സാക്ഷാത്. ഇപ്പൊ ചോദിക്കും, നമുക്കും കുറച്ചൊക്കെ അറിയാം അല്ലേ, നമുക്കിപ്പോ കുറെ കാര്യങ്ങൾ അറിയാം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണ് ഇതിൽ വന്നിരിക്കുന്നവരെല്ലാവരും. അപ്പൊ അതുകൊണ്ട് അവരും ഭക്തരല്ലെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ശുദ്ധഭക്തരെ കുറിച്ചാണ് ഇങ്ങനെ. മാതാജിയുടെ സംശയം സനൽ കുമാരാദികളെ കുറിച്ചായിരുന്നല്ലോ അല്ലേ മാതാജി? ഹരേ കൃഷ്ണ. അപ്പൊ സനത് കുമാരാദികളെ നേരത്തെ തന്നെ അവർ മോണിസ്റ്റ് ആയിരുന്നു. മോണിസ്റ്റ് എന്ന് വെച്ചാല് അവർക്കും സ്വയം ലഭിക്കാൻ കഴിയും. അവർക്ക് ഇപ്പൊ ഞാൻ സുഖദേവനെ കുറിച്ച് പറഞ്ഞതുപോലെ വേറെ ബാഹ്യമായ ഒരു കാര്യവും അവർക്ക് സന്തോഷത്തിനായിട്ട് വേണ്ട. അവർ സ്വയം ഭഗവാൻ ഉള്ളിൽ അവരുടെ ആ പരമാത്മ സാക്ഷാത്കാരം ഉള്ളിൽ അവർക്കുണ്ട്. ശരിക്കും ഭഗവാനെ അവർ ഉള്ളിൽ സാക്ഷാത്കരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വേറെ വെളിയിൽ നിന്നൊന്നുമേ വേണ്ട അവർക്ക് സന്തോഷം നേടിയെടുക്കാനായിട്ട്. അതും മാതാജിക്ക് അറിയാവുന്ന കാര്യമായിരിക്കണം. അപ്പൊ അങ്ങനെ ഉള്ള ആൾക്കാരെ ഭഗവാനെ തന്നെ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ അവർക്കൊരു കാര്യമില്ല. എന്താണ്? ഭഗവാന് ഒരു രൂപമുണ്ട് എന്നുള്ള അത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ശിവദേവന് കിട്ടിയത് എപ്പോഴാണ്? അയ്യോ, ഒരു രാക്ഷസിയായ ഒരു സ്ത്രീക്ക് പോലും അവരെ വധിക്കാൻ ശ്രമിച്ചിട്ട് പോലും എന്തു കൊടുത്തു? അമ്മ എന്ന സ്ഥാനം കൊടുത്തിരുന്നു. അത്ര കാരുണ്യവാനാണോ ഭഗവാൻ? അതുപോലെ അങ്ങനെയാണെങ്കിൽ ആ അഹോബഗീയ ആളോട് പറഞ്ഞിരിക്കുമ്പോ അത് അത്ര കാരുണ്യവാനാണെങ്കിൽ ആ ഭഗവാൻ ആരാണ് എന്ന് ചിന്തിക്കുക. ഇപ്പൊ തന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ രൂപത്തെയാണ് അതുവരെ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ആ ഭഗവാൻ ആരാണ്, ആ ഭഗവത് രൂപമുണ്ടോ, അതിനെ കുറിച്ച് ചിന്തിച്ചു. എന്ന് പറഞ്ഞ പോലെ ഇവിടെയും സനത് കുമാരാദികൾ ശരിക്കും ഭഗവത്തെ വിശ്വസിക്കുന്ന ശരിക്കും മോണിസ്റ്റുകളായിരുന്നു. അവരെന്ത് ചെയ്തു? ഒരു ദിവസം അവിടെ പോകുന്നു. ഭഗവാന്റെ അത് ഒരു വലിയ ലീലയ്ക്കുള്ള കാരണമായി ഭവിക്കുന്നെന്ന് നമുക്കറിയാം, മാതാജിക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് അവിടെ ചെല്ലുന്ന വൈകുണ്ഠത്തിൽ ചെല്ലുന്ന അവസരത്തില് അവിടെ ഉണ്ടായ സംഭവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നമുക്കറിയാവുന്നതേ ഉള്ളൂ. ഭഗവാന്റെ പാദപത്മത്തിലെ തുളസീദളത്തിന്റെ ആ ഒരു അതുകൊണ്ടാണ് നമുക്ക് തുളസിക്ക് ഇത്രയും പ്രാധാന്യം നമ്മൾ പറയുന്നത്. തുളസീദളത്തിന്റെ മണം ഏറ്റപ്പോഴാണ് ഭഗവാനെ കുറിച്ച് ഇത്രയും എവിടെ നിന്നാണ് ഈ മണം? ആ ഭഗവാന്റെ ആ രൂപം, ഭഗവാനിൽ നിന്ന് വരുന്ന മണം, ഭഗവാനെ കുറിച്ച് അത് മനസ്സിലാക്കിയെടുക്കുന്നത്. അങ്ങനെ ഭഗവാൻ ഒരു രൂപമുണ്ട്. ഭഗവാനിൽ നിന്നുള്ള ആ ഭഗവാനെ കുറിച്ച് കൂടുതൽ മാനസികമായ അറിവ് അവിടെ നിന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണ് അവര് 4 പേരും എന്തായി മാറുന്ന? ഭക്തരായിട്ട് മാറുന്നത്. ഭക്തരായാലും ആ ഭാവം അവിടെ നിൽക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അവര് ഭക്തരായി, ശുദ്ധ ഭക്തരായി മാറി. പക്ഷെ എന്നാലും ആ ഭാവത്തിന് മാറ്റം പറ്റില്ല എന്നുള്ളത്. ഹരേ കൃഷ്ണ. മാതാജി, ഇനി ഒരു ചെറിയ സംശയം കൂടെ. മാതാജി ശുഗന്റെ ശിവൻ, ഇങ്ങനെ ശുഗനെ അത് പറയുന്നുണ്ടല്ലോ, അതിനകത്ത് ഞാനൊന്ന് കേട്ടിട്ടുള്ളത്, അതായത് ഭഗവാനെ പറ്റി പൂർണ്ണമായിട്ട് അറിയാവുന്നുള്ള ഒരാളെ ഉള്ളൂ, അത് രാധാറാണിയുടെ തത്ത, അതായത് ശുഗ. അപ്പൊ ഈ ശുഗവും ശുഗനും ശുഗിയുണ്ട് മാതാജി, 2 പേരാണ് ശുഗനും ശുഗി. മാതാജി ശുഗനും ശുഗിയും. ഓ, അതാണല്ലേ. അപ്പൊ ആ ശുഗവും ഇതുമായിട്ട് വല്ല കണക്റ്റഡ് ആണോ മാതാജി? ആ ശുഗനാണ് മാതാജി, ഞാൻ പറഞ്ഞില്ലായിരുന്നു മാതാജി, സോറി ഞാൻ പറഞ്ഞില്ല എങ്കില്. ആ ശുഗനാണ് ഇവിടെ വന്ന് ആ ശുഗനിൽ നിന്നാണ് ഇവിടെ ഉണ്ടാകുന്നത്. ശുഗനിൽ നിന്ന് ശുഗിൽ നിന്നുമാണ് ഈ കുഞ്ഞുണ്ടായത്. ഓക്കെ മാതാജി, സംശയം ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ മാതാജി. അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, സോറി, ഞാൻ വിട്ടുപോയതായിരിക്കാം. ഹരേ കൃഷ്ണ, സോറി. അത് ശുഗനിൽ നിന്നും ശുഗിൽ നിന്നുമാണ് യഥാർത്ഥത്തിൽ കൈലാസം. അതൊരു ലീലയുടെ തുടക്കത്തിന് വേണ്ടി അവരിവിടെ വന്നതാണ്. രാധാറാണിയുടെ അടുത്ത് വന്നത് ഇവിടെ വന്നാണ് ഈ കുഞ്ഞ് ഇവിടെ ഉണ്ടാകുന്നത്. ഹരേ കൃഷ്ണ. ഓക്കെ മാതാജി. അതുകൊണ്ടാണ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർക്കാൻ കഴിയും. ഓർമ്മശക്തി വളരെ കുറവാണ് മാതാജി. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം. ഹരേ കൃഷ്ണ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. വളരെ ആസ്വദിച്ചുകൊണ്ടാണ് മാതാജി ഓരോ കഥകളും പറഞ്ഞത്. വളരെ സന്തോഷം. ഞങ്ങൾക്കൊക്കെ കേൾക്കാൻ സാധിച്ചത് ഞങ്ങളുടെ പുണ്യം. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യണമെങ്കിലോ ദയവായി ചെയ്യുക. ഹരേ കൃഷ്ണ. നന്ദി മാതാജി, വളരെ സന്തോഷം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു, വളരെ മനോഹരമായിരുന്നു മാതാജി. മാതാജിയുടെ ഇനിയും റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് വേണം മാതാജി. അനുഗ്രഹിക്കണം. നന്ദി മാതാജി. മാതാജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മാതാജി ഹിസ് ഗ്രേസ് സ്വയം സമ്പൂർണ്ണ പ്രഭുവിന്റെ അമ്മയാണ്. മാതാജി ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന്റെ ട്രാൻസ്ലേഷൻ ടീമിന്റെ അംഗമാണ്. ചൈതന്യ ചരിതാമൃതം വലിയൊരു സബ്ജക്റ്റ് ആണ്. അത് വൈകുന്നേരം നമുക്ക് ക്ലാസ് ഉണ്ട് 5 മുതൽ 8 മണി വരെ, 5 മുതൽ 6 മണി വരെ. അപ്പൊ ആ പുസ്തകം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത വലിയൊരു ടീമിന്റെ അംഗമാണ് മാതാജി. വലിയൊരു സമയം മാതാജി ചൈതന്യ ചരിതാമൃതം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സർവീസിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. അത് സക്സസ്ഫുൾ ആയിട്ട് ഇന്ന് നമുക്ക് വാങ്ങിക്കാൻ മലയാളത്തിൽ അവൈലബിൾ ആണ്. പിന്നെ മാതാജി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിമാരിൽ ഒരാളാണ്. മാതാജിക്ക് രണ്ട് മനോഹരമായ 2 ഇനിഷ്യേറ്റഡ് ഡ്യൂട്ടീസ് മക്കളായിട്ടുണ്ട്. അതിലൊന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സ്വയം സമ്പൂർണ്ണ പ്രഭുവാണ്. അത് ഓസ്ട്രേലിയയിലാണ്. മാതാജിയുടെ മറ്റൊരു മകള് USA-ലും. മാതാജി ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിവോട്ടിമാരിൽ ഒരാളാണ്. മാതാജി ബൈ പ്രൊഫഷനെ പറയുകയാണെങ്കിൽ മാതാജി ടീച്ചറായിട്ട് റിട്ടയർഡ് ആയ വ്യക്തിയാണ്. അത് ഫുള്ളി ലോകത്ത് എവിടെ ആയിരുന്നാലും മാതാജി വളരെ സിൻസിയർ ആയിട്ട് ഭാഗവതം ക്ലാസ് ഓൺലൈനിലായിട്ട് ഒരുപാട് ഗ്രൂപ്പുകളിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ മാതാജിയുടെ മനോഹരമായ ക്ലാസ് ഇനി നമുക്ക് കേൾക്കാനുള്ള ഭാഗ്യം ഭഗവാൻ തരട്ടെ. ഹൃദയപൂർവ്വം നന്ദി പറയുന്നു മാതാജി. സ്വാഗതം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഇപ്പൊ മാതാജി ശ്രീമദ് ഭാഗവതത്തിന് കുറച്ച് മിസ്റ്റേക്സ് ഉള്ളതിനെ അതെല്ലാം പ്രൂഫ് റീഡ് ചെയ്ത് എഗെയിൻ ഒരു ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാതാജിയും അവരുടെ ഒരു ടീം. അപ്പോ ഹരേ കൃഷ്ണ മാജി. താങ്ക് യു. ഹരേ കൃഷ്ണ മാതാജി, പ്രണാമം. ഹരേ കൃഷ്ണ. പ്രണാമം. Hare Krishna. Thank you, Mataji, for the nice lecture. Hare Krishna. ഹരേ കൃഷ്ണ. താങ്ക് യു. ക്ലോസ് ചെയ്യട്ടെ മാജി. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ